ഖുറേഷി എബ്രഹാം എന്ന അണ്ടർവേൾഡ് മെഗാ സിൻഡിക്കേറ്റിനെ തൊടാൻ കഴിയുന്ന മറ്റൊരു ഫോഴ്സ് ഇല്ലെന്ന ധാരണയിലാണ് ലൂസിഫർ പ്രേക്ഷകർ കണ്ടുപിരിയുന്നത്. ആ ധാരണ ശരിക്കും സത്യമായിരുന്നോ, അതോ ഒരു അസംഷൻ മാത്രമോ? ഓൾറെഡി ഒരു സിനിമയ്ക്ക് ലഭിക്കാവുന്ന ഹൈപ്പിൻ്റെ കൊടുമുടിയിൽ കൊണ്ടുചെന്ന് എത്തിച്ചാണ് പൃഥ്വിരാജ് പ്രേക്ഷകർക്ക് മുൻപിൽ ഈ ചോദ്യം ഇടുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന ഹൈപ്പിനെ അതിൻ്റെ എത്രയോ ഇരട്ടിയാക്കി മാറ്റുന്നതായിരുന്നു ക്യാരക്ടർ റിവീലിംഗ് വീഡിയോയിൽ സംവിധായകൻ കൂടിയായ പൃഥ്വിയുടെ ആ വാക്കുകൾ. മുരളി ഗോപിയും പൃഥ്വിയും മോഹൻലാലും എല്ലാം ചേർന്ന് എന്താണ് പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യുക പോലും ഇപ്പോൾ അസാധ്യമാണ്. പുറത്തിറങ്ങുന്ന ഓരോ പോസ്റ്ററുകളും അപ്ഡേറ്റുകളുമെല്ലാം ആ മിസ്റ്ററിയെ കൃത്യമായി തന്നെ ഒളിപ്പിക്കുന്നുമുണ്ട്. അവ എന്താണെന്നറിയാൻ മാർച്ച് 27 കാത്തിരിക്കുകയാണ് സിനിമാ ലോകം. എമ്പുരാനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും ലൂസിഫറിനെ പറ്റി സംസാരിച്ചിരിക്കണം. അവിടെ നിന്നാണല്ലോ എല്ലാത്തിൻ്റെയും തുടക്കം. പുലിമുരുകന് ശേഷമുള്ള മോഹൻലാലിൻ്റെ വമ്പൻ ഹിറ്റാണ് ലൂസിഫർ. ട്രാക്കിംഗ് വെബ്സൈറ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം 128 കോടിയോളമാണ് ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ. എന്നാൽ മൊത്തം ബിസിനസ്സുകളിൽ നിന്നെല്ലാമായി 200 കോടിക്ക് മുകളിൽ ചിത്രം നേടിയെന്നാണ് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത്. 2018 ഡിസംബർ 14 മോഹൻലാലിനെ വെച്ച് ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത ഒടിയൻ റിലീസാകുന്നു. മോഹൻലാലിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പിലെത്തിയ ചിത്രമായിരുന്നു അത്. ഹർത്താൽ ദിനത്തിൽ പോലും ഒടിയന് വേണ്ടി മലയാളി തിയേറ്ററുകളിൽ ക്യൂ നിന്നു. എന്നാൽ പ്രതീക്ഷയ്ക്ക് നേർ വിപരീതമായി അമ്പേ പരാജയമായിരുന്നു ചിത്രം. അതിൻ്റെ ക്ഷീണം മാറ്റാൻ മോഹൻലാൽ ആരാധകർക്ക് പൃഥ്വിരാജിൻ്റെ വക ഒരു ഫാൻ ബോയ് സംഭവം. അതായിരുന്നു 2019 മാർച്ച് 28 പുറത്തിറങ്ങിയ ലൂസിഫർ. 2 മണിക്കൂർ 54 മിനിറ്റുള്ള ചിത്രത്തിൽ വെറും 40 മിനിറ്റായിരുന്നു മോഹൻലാലിൻ്റെ സ്ക്രീൻ ടൈം. എന്നാൽ സ്ക്രീനിൽ വരുമ്പോഴെല്ലാം പ്രേക്ഷകർ കണ്ടത് മോഹൻലാൽ എന്ന നടൻ്റെ കംപ്ലീറ്റ് പെർഫോമൻസ് ആയിരുന്നു. ചിത്രത്തിൻ്റെ തുടക്കം മുതൽ വെള്ള വസ്ത്രം ധരിച്ച് സ്റ്റീഫൻ നെടുമ്പള്ളിയായി വിളയാടിയ അദ്ദേഹത്തിന് ക്ലൈമാക്സിൽ അഴിച്ചുവെച്ച ഖുറേഷി എബ്രഹാമിൻ്റെ കറുത്ത കുപ്പായം പൃഥ്വി നൽകി. കണ്ടിരുന്നവരെ ആവേശത്തിൻ്റെ പീക്കിലെത്തിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. റഷ്യയിലെ ഒരു അൺഡിസ്ക്ലോസ്ഡ് ലൊക്കേഷനിൽ ഖുറേഷിയായി പറന്നിറങ്ങുന്ന മോഹൻലാലിനെ വീണ്ടും കാണാൻ നമുക്ക് കാത്തിരിക്കേണ്ടി വന്നത് 6 വർഷമാണ്. ലൂസിഫർ കേരള രാഷ്ട്രീയത്തെപ്പറ്റി കൂടുതലായി സംസാരിക്കുമ്പോൾ എമ്പുരാൻ അത് മാത്രമായിരിക്കില്ലെന്നത് ചിത്രത്തിൻ്റെ ടീസറിൽ നിന്ന് തന്നെ തീർച്ചയാണ്. പുറത്തിറങ്ങിയ ക്യാരക്ടർ പോസ്റ്ററുകളും അതിന് തെളിവാണ്. കഴിഞ്ഞ 18 ദിവസങ്ങളിലായി 36 കഥാപാത്രങ്ങളുടെ ക്യാരക്ടർ പോസ്റ്ററുകളാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. ലൂസിഫറിലെ പ്രധാന കഥാപാത്രങ്ങളോടൊപ്പം എമ്പുരാനിലെ പുത്തൻ കഥാപാത്രങ്ങളും ആ ലിസ്റ്റിലുണ്ട്. മോഹൻലാലിനോടൊപ്പം പൃഥ്വി അവതരിപ്പിക്കുന്ന സയ്യിദ് മസൂദ്, മഞ്ജു വാര്യരുടെ പ്രിയദർശിനി രാംദാസ്, ടൊവിനോയുടെ ജതിൻ രാംദാസ്, ഇന്ദ്രജിത്തിന്റെ ഗോവർദ്ധൻ, സച്ചിൻ ഗേദേക്കറുടെ PK രാംദാസ്, ബൈജുവിന്റെ മുരുകൻ, അങ്ങനെ പോകുന്നു ലൂസിഫറിലുണ്ടായ താരങ്ങളുടെ ലിസ്റ്റ്. എന്നാൽ പ്രേക്ഷകർക്ക് അറിയാൻ പ്രിയം പുത്തൻ കഥാപാത്രങ്ങളെയാണ്. അതാണ് ചിത്രത്തിന്റെ ഹൈപ്പ് ഉയർത്തുന്നതും. നയൻ ഭട്ട്, നിഖത് ഹെഗ്ഡെ, എറിക് എബൌണി, ജെറോം ഫ്ലിൻ, അഭിമന്യു സിംഗ്, സുരാജ് വെഞ്ഞാറമൂട്, മണിക്കുട്ടൻ, അങ്ങനെ പോകുന്നു ഫ്രാഞ്ചൈസിലെ പുത്തൻ താരങ്ങളുടെ ലിസ്റ്റ്. ഇപ്പറഞ്ഞ പേരുകളിൽ പ്രേക്ഷകരെ ആവേശത്തിലാഴ്ത്തിയ പേര് ജെറോം ഫ്ലിനിൻ്റെതാണ്. ഇംഗ്ലീഷ് ആക്ടറായ അദ്ദേഹം ലോക സീരീസ് പ്രേമികൾക്കിടയിലെ ഫേവറേറ്റ് കഥാപാത്രങ്ങളിൽ ഒന്നാണ്. ലോകത്തെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സീരീസുകളിലൊന്നായ ഗോട്ടിലെ ഗെയിം ഓഫ് ത്രോൺസിലെ ബ്രോൺ എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. കീനു റീവ്സിൻ്റെ ആക്ഷൻ മൂവിയായ ജോൺ വിക്കിലും ജെറോം ഫ്ലിൻ അഭിനയിച്ചിട്ടുണ്ട്. ഇത്രയും ഹൈ പ്രൊഫൈലുള്ള ഒരു താരത്തെ മലയാളം പോലൊരു കുഞ്ഞൻ ഇൻഡസ്ട്രിയിൽ എത്തിച്ച എമ്പുരാൻ ടീം ഇനിയും എന്തെല്ലാം പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടാകുമെന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം എമ്പുരാൻ്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട ഒരു പോസ്റ്ററുണ്ട്. ആളിക്കത്തുന്ന അഗ്നിക്കിടയിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരാൾ. ആ വ്യക്തി ആരാണെന്ന് അന്ന് മുതൽ പ്രേക്ഷകർ തിരയുകയാണ്. ഫഹദ് ഫാസിൽ, ബേസിൽ ജോസഫ് തുടങ്ങി ബ്രേക്കിംഗ് ബാഡ് ഫെയിം ജിയാൻ കാർലോ എസ്പോസിറ്റോ വരെ ആയേക്കാമെന്നാണ് ഫാൻ തിയറികൾ. അതിലൊരു വ്യക്തത അണിയറ പ്രവർത്തകർ ഇനിയും പുറത്തുവിട്ടിട്ടുമില്ല. ഒരു ചിത്രത്തെ എങ്ങനെ എല്ലാ ദിവസവും സംസാര വിഷയമാക്കാൻ പറ്റുമെന്ന് എമ്പുരാൻ്റെ അണിയറ പ്രവർത്തകർക്ക് നന്നായി അറിയാം. എമ്പുരാൻ പ്രഖ്യാപിച്ചത് മുതൽ റൂമറുകൾക്ക് വലിയ പന്നമൊന്നും ഉണ്ടായിരുന്നില്ല. സിനിമ റിലീസിനെടുക്കുമ്പോൾ ഏറ്റവും അധികം കേൾക്കുന്ന റൂമർ അമേരിക്കൻ ആക്ടർ റിക് യൂൺ ചിത്രത്തിലുണ്ടാകുമെന്നതാണ്. റിലീസിനായി ഇനിയും ദിവസങ്ങൾ ബാക്കി നിൽക്കെ റൂമറുകളും ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റുകളുമെല്ലാം നിരവധി വന്നേക്കും. ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് എത്ര എന്നതിനെപ്പറ്റി ഇതുവരെ ഔദ്യോഗിക വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും മലയാളത്തിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രമായി എമ്പുരാനെ തീർച്ചയായും കാണാം. എന്നാൽ എമ്പുരാനെ പറ്റി എപ്പോൾ ചോദിച്ചാലും സംവിധായകൻ പൃഥ്വിരാജിൻ്റെ ഉത്തരം ഒരു ചെറിയ പടം എന്നാണ്. അത് അദ്ദേഹം മാറ്റാനും പോകുന്നില്ല. എന്തായാലും പൃഥ്വിരാജ് സുകുമാരൻ എന്ന മോഹൻലാൽ ഫാൻ ബോയ് ഒരുക്കി വച്ചിരിക്കുന്ന എമ്പുരാൻ മലയാള സിനിമയ്ക്ക് പുതിയ മാനങ്ങൾ നൽകുമെന്നത് വ്യക്തമാണ്. ഖുറേഷിയായി, സ്റ്റീഫനായി മോഹൻലാലിൻ്റെ തിരിച്ചുവരവിന് കാത്തിരിക്കുകയാണ് ആരാധകരും. മുരളി ഗോപിയുടെ കഥയിലെ ഖുറേഷിയുടെ, സ്റ്റീഫൻ്റെ, സയ്യിദ് മസൂദിൻ്റെ ലോകം എന്താകുമെന്ന് മാർച്ച് 27 കാണാം.